ഇപ്പോൾ സമയം രാവിലെ 5:30 ആയിട്ടുണ്ട്. ഇന്നത്തെ നമ്മുടെ യാത്ര മഹാനഗരമായ ലണ്ടനിലേക്കാണ്. ഇപ്പോൾ നമ്മൾ ഉള്ളത് ബെൽഫാസ്റ്റ് സിറ്റി എയർപോർട്ടിലാണ്. നമ്മൾ ഇവിടെ നിന്നും ലണ്ടൻ സ്റ്റാൻസ്റ്റഡ് എയർപോർട്ടിലേക്കാണ് പോകുന്നത്. അങ്ങനെ 1 മണിക്കൂറത്തെ യാത്രയ്ക്ക് ശേഷം നമ്മൾ ലണ്ടൻ സ്റ്റാൻസ്റ്റഡ് എയർപോർട്ടിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. ഈ ട്രിപ്പിൽ നമ്മൾ മെയിനായിട്ടും കവർ ചെയ്യുക ലണ്ടനായി ലണ്ടൻ ബ്രിഡ്ജ്, ബക്കിംഗ്ഹാം പാലസ്, വാക്സ് മ്യൂസിയം, പിന്നെ ഒരു അക്വേറിയം തുടങ്ങി ലണ്ടനിലെ മെയിൻ അട്രാക്ഷൻസ് ആണ് നമ്മൾ ഈ ഒരു ട്രിപ്പിൽ കവർ ചെയ്യാൻ പോകുന്നത്. നമ്മൾ ഏകദേശം 15 പേരടങ്ങിയ ടീം 4 ദിവസത്തെ ട്രിപ്പിന് വേണ്ടിയിട്ടാണ് ലണ്ടനിൽ നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ലൊക്കേഷനായ ഗ്രീൻവിച്ച് പെനിൻസുലയിലേക്കാണ് നമ്മൾ ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ലണ്ടൻ സ്റ്റാൻസ്റ്റഡ് എയർപോർട്ടിൽ നിന്നും ഏകദേശം 2 മണിക്കൂർ ട്രെയിനിൽ സഞ്ചരിച്ചു കഴിഞ്ഞാലാണ് നമുക്ക് ഗ്രീൻവിച്ച് പെനിൻസുലയിൽ എത്തിച്ചേരാനാവുക. നമ്മളങ്ങനെ ട്രെയിനിൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ എയർപോർട്ടിൽ നിന്ന് വന്ന് ഇറങ്ങിയ ഉടനെ തന്നെ നമ്മുടെ ട്രെയിൻ വന്നതിനാൽ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ വാങ്ങിച്ചുകൊണ്ട് നമ്മൾ ട്രെയിനിൽ നിന്ന് കഴിക്കുകയാണ്. നമ്മൾ ഇരിക്കുന്ന ബോഗിയിൽ നമ്മൾ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് ടോട്ടലി ഫ്രീ ആയിട്ട് എൻജോയ് ചെയ്ത് പോകാൻ പറ്റുന്നുണ്ട്. ഈ ട്രെയിൻ ലണ്ടൻ ലിവർപൂളിലേക്കാണ് പോകുന്നത്. നമ്മൾ ലണ്ടൻ ടെർമിനലിൽ ഇറങ്ങും. അവിടെ നിന്നും അടുത്ത് നമ്മൾ പോകുന്നത് ട്യൂബിലാണ്. അങ്ങനെ ആരുമില്ലാത്തത് കൊണ്ടും നമ്മൾ ബോഗിൽ തന്നെ ആയതുകൊണ്ടും നമ്മൾ ശരിക്കും അടിച്ചു പൊളിച്ചാണ് കേട്ടോ പോകുന്നത്. നമ്മൾ പാട്ടൊക്കെ പാടി നല്ല എൻജോയ് ചെയ്താണ് പോകുന്നത്. അങ്ങനെ നമ്മുടെ സ്റ്റോപ്പ് എത്താറായി. ഇനി നമ്മൾ ട്യൂബിലാണ് ഇവിടെ നിന്നും പോകുന്നത്. ലോകത്തിലെ ആദ്യത്തെ ട്യൂബാണ് കേട്ടോ ഇവിടെ ലണ്ടനിലുള്ളത്. 1863 ഇതിൻ്റെ പണികളൊക്കെ തുടങ്ങിയത്. ഏകദേശം 19-ാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തോട് തന്നെ ഇവിടുത്തെ ട്യൂബൊക്കെ വർക്കിംഗ് ആയി തുടങ്ങിയിട്ടുണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് ട്യൂബിൽ പോകുന്നത്. നിങ്ങൾ ഇതിൻ്റെ ഹിസ്റ്ററി പരിശോധിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഒത്തിരി കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ സാധിക്കും. ഇപ്പോഴത്തെ നമ്മൾ ട്യൂബിൽ ഇറങ്ങിപ്പോയിക്കൊണ്ടിരിക്കുകയാണ്. ഭയങ്കര ഒരു ഏകദേശം ഒരു 45 ഡിഗ്രി എങ്കിലും ഇതിന് ഈ ഒരു എസ്കലേറ്ററിൻ്റെ ഒരു ചെരിവുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മളങ്ങനെ ട്യൂബിനകത്ത് കയറിയിട്ടുണ്ട്. കുറച്ച് നേരത്തെ യാത്രയ്ക്ക് ശേഷം നമ്മൾ ട്യൂബിൽ നിന്ന് ഇറങ്ങി. ഇനി നമുക്ക് കുറച്ച് ദൂരം ബസ്സിൽ യാത്ര ചെയ്യണം. ഇവിടെ കൂടുതലും നമ്മൾക്ക് ഇതുപോലെയുള്ള ഡബിൾ ഡെക്കർ ബസ്സുകളാണ് കാണാൻ സാധിക്കുക. ഇനി നമ്മൾ നേരെ പോകുന്നത് ഏകദേശം ഒരു 15 മിനിറ്റത്തെ ഒരു ബസ് യാത്രയുണ്ട്. അതിനുശേഷം നമ്മൾ എത്തിച്ചേരുന്നത് ഗ്രീൻവിച്ച് പെനിൻസുലയിലാണ്. ഈ ബസ്സിൽ യാത്ര ചെയ്യുമ്പം ഇതിൻ്റെ ഏറ്റവും ഒരു ഗുണം എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ ടോപ്പ്, അതായത് 2ാമത്തെ നിലയിൽ ഫ്രണ്ടിലിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കാഴ്ചകളൊക്കെ നന്നായിട്ട് കണ്ടുപോകാൻ വേണ്ടി സാധിക്കും. അതുകൊണ്ട് തന്നെ ഞാൻ ആദ്യമേ തന്നെ ഏറ്റവും ഫ്രണ്ടിൽ സ്ഥാനം പിടിച്ചു. നല്ല ഹൈറ്റിൽ നമ്മൾ ഇരിക്കുന്നത് കൊണ്ട് തന്നെ കാഴ്ചകളൊക്കെ നമുക്ക് നല്ലൊരു വേറൊരു ആംഗിളാണ് നമ്മൾ കാണുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കെല്ലാം നല്ല മനോഹരമായിട്ട് ആസ്വദിക്കാൻ പറ്റുന്നുണ്ട്. അങ്ങനെ നമ്മൾ കുറച്ചു നേരത്തെ യാത്രയ്ക്ക് ശേഷം നമ്മൾ ഗ്രീൻവിച്ച് പെനിൻസുല എത്താറായി. വളരെ വേഗം ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ടൂറിസ്റ്റ് സ്പോട്ടും അതുപോലെ തന്നെ ഒരു റെസിഡൻഷ്യൽ ഏരിയയും ഒക്കെയാണ് ഈ ഗ്രീൻവിച്ച് പെനിൻസുല എന്ന് പറയുന്നത്. ഇവിടുത്തെ ഒരു മെയിൻ അട്രാക്ഷനാണ് കേബിൾ കാർ. അതുപോലെ തന്നെ ഇതുണ്ട്. ഇപ്പം നമ്മൾ ഗ്രീൻവിച്ച് പെനിൻസുല എത്തി. ഇതുണ്ട്, ഈ കാണുന്ന കെട്ടിടങ്ങളൊക്കെ ഇവിടുത്തെയാണ് കേട്ടോ. എല്ലാം വളരെ വെറൈറ്റി ഡിസൈനുകളും വളരെ പ്രത്യേകതയുള്ള ആർക്കിടെക്ചറുകളുമാണ്. അതുപോലെ തന്നെ ഇവിടുത്തെ വേറെ ഒരു മെയിൻ പ്രത്യേകതയാണ് O2 മാൾ എന്ന് പറയുന്നത്. നിങ്ങൾ ആ മുന്നിൽ നോക്കി കഴിഞ്ഞാൽ ഏകദേശം ഒരു ഡൂം ഷേപ്പിൽ ചെറിയ ചെറിയ ടവറുകൾ മുകളിൽ പൊങ്ങി നിൽക്കുന്നത് കാണാൻ സാധിക്കും. അതാണ് O2 മാൾ. ഇവിടുത്തെ ഒരു മെയിൻ ഒരു മാളാണ്. ഈ ഒരു മാളിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ടോപ്പിൽ, ഇതിൻ്റെ പൊക്കത്തിൽ നമുക്ക് കയറാൻ പറ്റും. കയറി കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ലണ്ടൻ സിറ്റിയുടെ ഒരു പനോരമിക് വ്യൂ നമുക്ക് ഇതിൻ്റെ മുകളിൽ നിന്ന് ആസ്വദിക്കാൻ പറ്റും. അതാണ് ഈ ഒരു മാളിൻ്റെ ഒരു പ്രത്യേകത. നമ്മളങ്ങനെ ബസ് നിർത്തുന്ന സ്ഥലത്ത് എത്തി. ഇതുണ്ട്, ഇവിടെ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും പല സ്ഥലത്തുനിന്ന് വരുന്ന ധാരാളം ബസ്സുകളാണ് ഇവിടെ വന്ന് നിർത്തിയിട്ടുള്ളത്. നമ്മളങ്ങനെ ബസ്സിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് കണ്ടപ്പം ഈ കാണുന്ന കേട്ടോ O2 മാൾ. ഇതാണ് ഗ്രീൻവിച്ച് പെനിൻസുലയുടെ എൻട്രൻസ്. ഇവിടെ ധാരാളം റെസിഡൻഷ്യൽ ബിൽഡിങ്സ് ഉണ്ട്, അതുപോലെ തന്നെ കൊമേഴ്ഷ്യൽ ബിൽഡിങ്സ് ഉണ്ട്.
പിന്നെ ഇഷ്ടംപോലെ ഹോട്ടലുകളുണ്ട്, സ്ട്രീറ്റ് ഫുഡുകളുണ്ട്, അതുപോലെ തന്നെ നമുക്ക് ടൂറിസ്റ്റ് അട്രാക്ഷൻസ് ഉണ്ട്. പിന്നെ ഇതിൻ്റെ പ്രത്യേകത ഇത് തേംസ് റിവറിൻ്റെ തീരത്താണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ റിവറിൻ്റെ തീരത്തിൽ ഒത്തിരി വാക്കിങ്, അതുപോലെ കുറേ അങ്ങനത്തെയൊക്കെ ആക്ടിവിറ്റീസ്, അതുപോലെ തന്നെ റിവർ ക്രൂയിസ്, അതുപോലെ തന്നെ ബോട്ട് ട്രിപ്പുകൾ ഇഷ്ടം പോലെയുണ്ട്. അങ്ങനെ ഒത്തിരി ആക്ടിവിറ്റീസ് ഉണ്ട് കേട്ടോ നമുക്കിവിടെ. ഇനി നമുക്ക് കേബിൾ കാറിന്റെ അടുത്തേക്ക് പോകാം. ഇത് ഇപ്പോൾ ഓപ്പറേറ്റ് ചെയ്യുന്നത് IFS ക്ലൗഡ് ആണ്. നേരത്തെ ഓപ്പറേറ്റ് ചെയ്തിരുന്നത് എമിറേറ്റ്സ് ആയിരുന്നു. ആ കാണുന്നതാണ് കേബിൾ കാറിന്റെ ടിക്കറ്റ് കൗണ്ടർ. ഇത് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കേബിൾ കാർ പോകുന്നത് കാണാൻ പറ്റുന്നുണ്ട്. നല്ല ഹൈറ്റിലാണ് ഇത് പോകുന്നത്. അങ്ങനെ ടിക്കറ്റ് എടുത്തിട്ട് ഞങ്ങൾ സ്റ്റാർട്ടിംഗ് പോയിന്റിലോട്ട് എത്തിയിട്ടുണ്ട്. ഈ കാണുന്നത് തേംസ് നദിയാണ്. ഇതിന്റെ കുറുകെയാണ് നമ്മൾ കേബിൾ കാറിൽ പോകുന്നത്. താഴെ നമുക്ക് ധാരാളം കൊമേഴ്ഷ്യൽ ബിൽഡിങ്ങുകളും അതുപോലെ റെസിഡൻഷ്യൽ ബിൽഡിങ്ങുകളും കാണാൻ സാധിക്കുന്നുണ്ട്. അതേപോലെ ഇഷ്ടംപോലെ കൺസ്ട്രക്ഷൻ വർക്കുകൾ താഴെ കാണുന്നുണ്ട്. ശരിക്കും ഈ ഗ്രീൻവിച്ച് പെനിൻസുല അതിവേഗം റാപ്പിഡായിട്ട് ഗ്രോത്ത് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ലൊക്കേഷനാണ്. അതേപോലെ നമ്മൾ നേരത്തെ കണ്ട O2 മാൾ കണ്ട നമുക്കവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്കിപ്പം നമ്മൾ ഡേ ടൈമിൽ വന്നു കഴിഞ്ഞാൽ കാണുന്ന ഒരു കാഴ്ചയാണ് ഈ കാണുന്നത്. നൈറ്റിൽ വന്നു കഴിഞ്ഞാൽ വളരെ രസമാണ് ഇവിടുത്തെ കാഴ്ച. ഫുള്ള് ലൈറ്റുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഭയങ്കര രസമാണ്. അപ്പം നമ്മൾ എന്തായാലും ഇന്ന് പോയിട്ട് ഇന്ന് നൈറ്റ് ഒന്നും കൂടെ നമ്മൾ വരുന്നുണ്ട്. അപ്പം നൈറ്റിലെ വിഷ്വൽസ് നമുക്ക് ആ ഒരു വീഡിയോയിൽ നമ്മൾ കാണിച്ചു തരുന്നതാണ്. അങ്ങനെ നമ്മൾ കേബിൾ കാറിന്റെ മറ്റേ എൻഡ് ആവാറായി. ആ കാണുന്നതാണ് കേട്ടോ ഇവിടുത്തെ സ്റ്റോപ്പിംഗ് ലൊക്കേഷൻ. അതേപോലെ തന്നെ ഇത് ഫുൾ ടൈം ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു കേബിൾ കാറാണ്. നമ്മൾ ഇവിടുന്ന് പോയി നേരെ ഈ സ്റ്റോപ്പിംഗ് ലൊക്കേഷൻ എന്നിട്ട് തിരിച്ച് അടുത്ത കേബിളിൽ കൂടി കാറ് തിരിച്ച് ഇങ്ങനെ വരുന്നതെല്ലാം നേരെ വന്ന് കറങ്ങി തിരിച്ച് വരുന്നതാണ്. ഇതൊരിക്കലും ഇങ്ങനെ സ്റ്റോപ്പ് ആവുന്നില്ല. കണ്ടിന്യൂസ്ലി ഇത് റണ്ണിങ് ആണ്. നമ്മളങ്ങനെ കേബിൾ കാറിൽ വന്നിറങ്ങിയിട്ടുണ്ട്. ഇതുണ്ട് നമുക്ക് ശ്രദ്ധിച്ച് കാണാം. ഇതിങ്ങനെ ഈ നമ്മൾ ഇറങ്ങുന്ന സമയത്ത് ഇത് ചെറുതായിട്ടാണ് കേട്ടോ മൂവ് ചെയ്യുന്നത്. അതിനുശേഷം ആൾക്കാർ ഇറങ്ങിക്കഴിയുന്ന ആ ഒരു സ്ഥലം കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതുണ്ട് സ്പീഡിലാണ് ഇത് പോകുന്നത്. നമ്മളങ്ങനെ കേബിൾ കാറിൽ നിന്ന് പുറത്തിറങ്ങി. ഇനിയിപ്പോൾ നമ്മൾ നേരെ റൂമിലേക്ക് പോവുകയാണ്. നമ്മൾ റൂമിലേക്ക് പോകുന്നത് ട്യൂബിലാണ്. നമ്മളങ്ങനെ ട്യൂബിൻ്റെ സ്റ്റോപ്പിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ നിന്നാണ് നമ്മൾ കയറി പോകുന്നത്. നമ്മൾ ട്യൂബ് ഉപയോഗിക്കുമ്പോൾ നമ്മൾ കയറുന്ന പോയിന്റിൽ നമ്മൾ കാർഡ് സ്കാൻ ചെയ്യുക. അതുപോലെ തന്നെ ഇറങ്ങുന്ന ടൈമിലും നമ്മുടെ ഡെബിറ്റ് കാർഡ് അല്ലെങ്കിൽ ഈ അണ്ടർഗ്രൗണ്ട് ട്യൂബിന് ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ ഇവിടുത്തെ ഏതെങ്കിലും ട്രാവൽ കമ്പനിയുടെ കാർഡുകൾ ഉപയോഗിക്കുക, അല്ലെങ്കിൽ വോയിസ് കാർഡ് ഉപയോഗിക്കുക. അത് ഉപയോഗിച്ച് നമ്മൾ കയറുന്ന പൊസിഷനിലും അതുപോലെ ഇറങ്ങുന്ന പൊസിഷനിലും ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര ഡിസ്റ്റൻസ് ആണോ അതനുസരിച്ചിട്ട് നമ്മുടെ കാർഡിൽ നിന്ന് പൈസ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ഡെബിറ്റ് ആവുന്നതാണ്. നമ്മളങ്ങനെ നമുക്ക് കയറേണ്ട ലൈനിൽ വന്നിട്ടുണ്ട്. ഇവിടെ പല പല ലൈനുകളാണ്. അതായത് ഓരോ ലൈനും പോകുന്നത് ഓരോ പല വ്യത്യസ്തമായ ലൊക്കേഷനിലേക്കാണ്. അപ്പം നമുക്ക് പോകേണ്ട സ്ഥലത്തേക്ക് ഉള്ള ലൈൻ ഏതാണോ മനസ്സിലായിട്ട് ആ ലൈനിൽ ഉള്ള ടിക്കറ്റ് നമ്മൾ എടുത്തിട്ട് വേണം നമ്മൾ വന്ന് നിൽക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് ആ ലൈനിൽ വരുന്ന ട്രെയിനിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് ഇറങ്ങേണ്ട സ്ഥലത്ത് നമുക്ക് ഇറങ്ങാവുന്നതാണ്. ഈ വരുന്നതാണ് നമുക്കുള്ള ട്രെയിന്. ഇനി നമ്മൾ നേരെ റൂമിലേക്കാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് റൂമിൽ ചെന്നിട്ട് കാണാം. അങ്ങനെ നമ്മൾ നമ്മുടെ അപ്പാർട്ട്മെന്റിൽ എത്തിയിട്ടുണ്ട്. നമുക്ക് എല്ലാവർക്കും തന്നെ സ്റ്റേ ചെയ്യുന്നത് ഈ ഒരു അപ്പാർട്ട്മെന്റിലാണ്. അതിനുള്ള സൗകര്യമുള്ള ഒരു അപ്പാർട്ട്മെന്റ് ആണ് കേട്ടോ. ഇതൊരു റെസിഡൻഷ്യൽ ഏരിയ ആണ്. ഇവിടെ ധാരാളം അപ്പാർട്ട്മെന്റുകളുണ്ട്. അതുപോലെ തന്നെ ഈ അപ്പാർട്ട്മെന്റിന് ഇതുപോലെ കോമൺ ആയിട്ടുള്ള ഏരിയ ഒക്കെ ഉണ്ട്. ചിൽഡ്രൻസിന് കളിക്കാൻ വേണ്ട സ്ഥലങ്ങളും അങ്ങനെ ചെറിയ പാർക്കുകളും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ സെൻട്രലായിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ കുറച്ച് നേരം റെസ്റ്റ് എടുത്തിട്ട് ഇനി നൈറ്റ് ആകുമ്പോൾ നമ്മൾ വീണ്ടും പുറത്തേക്ക് ഇറങ്ങുന്നതാണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ നൈറ്റിൻ്റെ കാഴ്ചകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കണ്ടുമുട്ടാം.